ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു യഅ്തമർനാ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ഉംറത്തിൻ യഅ്തമറഹ. മുസ്തഫ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉംറയിൽ ഞങ്ങൾ എല്ലാവരും പങ്കെടുത്തു. ഫഹുലിഖ ശഅറുഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ റസൂലുള്ളാഹിന്റെ മുടി കളഞ്ഞു. ഫസബഖ്തു ഇലൻ നാസിയാ, മൂർത്താവിലേക്കാണ് ഞാൻ കൈ നീട്ടിയത്. ഫത്തഖൽതു ഖലൻസുവതൻ, അങ്ങനെ ഞാനൊരു തൊപ്പി ഉണ്ടാക്കി. ഫജഅൽതുഹാ ഫീ മുഖദ്ദിമത്തിൽ ഖലൻസുവ, എൻ്റെ തൊപ്പിയുടെ മുൻഭാഗത്ത് ഞാൻ ആ മുടി വെച്ചു. ഫമാ വജ്ജഹ്തു ഫീ വജ്ഹിൻ ഇല്ലാ ഫുതിഹ ലീ, മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടി എൻ്റെ തൊപ്പിയിൽ വെച്ചു, തൊപ്പിയുടെ മുൻഭാഗത്ത്. ആ തൊപ്പി വെച്ച് ഏതൊരു കാര്യത്തിനും ഞാൻ ഇറങ്ങിയിട്ട് പരാജയപ്പെട്ടിട്ടില്ല. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ട ഇമാം ഖാളി ഇയാദ് തങ്ങൾ ശിഫായിൽ രേഖപ്പെടുത്തുന്നു, ബഹുമാനപ്പെട്ടവർ ഒരു പ്രദേശത്തിറങ്ങിയാൽ ആ പ്രദേശവാസികൾ ബഹുമാനപ്പെട്ടവർക്ക് ഖാലിഈങ്ങളായിരുന്നു. ഇല്ലാ ഫലം യശ്ഹദ ബിഹാ ഖിതാലൻ ഇല്ലാ റുസിഖൻ നസ്റാ. ബഹുമാനപ്പെട്ട ഇമാം ഖാളി ഇയാദ് തങ്ങൾ തന്റെ ശിഫായിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ടവർ ഈ തൊപ്പിയെ ബഹുമാനിച്ചിരുന്നു. ആ തൊപ്പിയായിരുന്നു ബഹുമാനപ്പെട്ട ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിന്റെ വിജയരഹസ്യം. ആ തൊപ്പിയായിരുന്നു. ആ തൊപ്പിയിൽ ഹബീബാ നബിയുടെ മുടി ഉണ്ടായിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബഹുമാനപ്പെട്ട ഹാഫിള് അബൂ യഅല റളിയല്ലാഹു അൻഹു തന്റെ മുസ്നദിൽ രേഖപ്പെടുത്തിയ ഹദീസിൽ സംഭവത്തിൽ കാണാം. വലമ്മാ സഖത്തത് ഖലൻസുവതു യൗമൽ യർമൂക്കി, യർമൂക്ക് യുദ്ധ ദിവസം ഈ തൊപ്പി വീണുപോയി. ശദ്ദ അലൈഹാ ശദ്ദതൻ, വളരെ ബേജാറായി, വലിയ ശക്തി കൂട്ടി. ആ തൊപ്പി വേണമെന്ന് വാശി പിടിച്ചു. ഹത്താ അഖറഹാ, അങ്ങനെ തൊപ്പി കിട്ടി. ഫഅൻകറ അലൈഹി ബഅദു സ്വഹാബ, ഒരു തൊപ്പിക്ക് വേണ്ടി ഇങ്ങനെ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു വാശി പിടിച്ചതിൽ സ്വഹാബികളിൽ ചിലർക്ക് വിഷമം തോന്നി. ദാലിക ഖബല ഇൽമിഹിം ബിമാ ഫീഹാ മിൻ ശഅരി റസൂലില്ലാഹി, റസൂലുള്ളാഹിന്റെ മുടി അതിലുണ്ട് എന്ന വിവരം അവർക്ക് ഇല്ലാത്തത് കൊണ്ടാണ് വാശി പിടിച്ചത്. ലിളന്നിഹിം അന്നഹു ഖാതറ ബിനഫ്സിഹി അലാ ഖലൻസുവത്തിൻ അദിയ, ഒരു സാധാരണ തൊപ്പിയുടെ കാര്യത്തിലാണ് വാശി പിടിച്ചത് എന്ന ആളുകൾ വിചാരിച്ചു പോയി. അതുകൊണ്ടാണ് അവർക്ക് വിഷമം തോന്നിയത്. ഫഖാല ഖാലിദുൻ, അപ്പോൾ ഖാലിദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നി ലമാ ഫഅൽ ദാലിക ലിഖീമത്തിൽ ഖലൻസുവാ, ഒരു തൊപ്പിയുടെ വില കരുതിയല്ല ഞാൻ ഇതിന് വാശി പിടിച്ചത്. പിന്നെയോ ലാകിൻ കരീഹതു അൻ തഖഅബി ഐദിൽ മുശ്രിക്കീന വഫീഹാ മിൻ ശഅരി നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതുകൊണ്ട് ഹബീബാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ മുടിയെ ആദരിച്ചിരുന്നു. ലോകത്ത് മുസ്ലിം ഉമ്മത്തിന് ഏറ്റവും ആ തൊപ്പി എങ്ങാനും മുശ്രിക്കീങ്ങളെ കൈവശം വന്നു പോകുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു പോയി. അതാണ് തൊപ്പിക്ക് വേണ്ടി ഞാൻ വാശി പിടിച്ചതെന്ന് മഹാനായ സയ്യിദ്ന ഖാലിദ് റളിയല്ലാഹു. മുസ്ലിം ലോകത്ത് ഏറ്റവും വിജയം കൊണ്ടുവന്ന ആൾ മഹാനായ ഖാലിദാണ് റളിയല്ലാഹു അൻഹു. ഖാലിദിന്റെ വിജയരഹസ്യം മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടിവെച്ച തൊപ്പിയായിരുന്നു എന്ന് ലോകത്ത് മുത്തവാത്തിർ പോലെ അംഗീകരിക്കപ്പെട്ട സത്യമാണ്, നിഷേധിക്കാൻ സാധ്യമല്ല. മഹാന്മാർ ധാരാളം അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഞാൻ വിശദീകരിക്കുന്നില്ല. അതുകൊണ്ട് മുടിക്ക് പ്രാധാന്യമില്ല എന്ന വാദത്തിൽ നിന്നും അത്തരം വാദമുണർത്തി വരുന്ന കക്ഷികളിൽ നിന്നും പൊതുജനം കാര്യം മനസ്സിലാക്കുകയും ഹക്കായ പന്ഥാവിലേക്ക് മടങ്ങുകയും ചെയ്യേണ്ടതാണ്. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി തങ്ങൾ രേഖപ്പെടുത്തിയ ഒരു ഹദീസിൽ കാണാം, അനിബ്നു സിരീൻ ഖാല ഖുൽതു ലിഉബൈദ ഇൻദനാ മിൻ ശഅരി നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇബ്നു സിരീൻ തങ്ങൾ പറഞ്ഞു, ഞാൻ ഉബൈദയോട് പറഞ്ഞു, ഇൻദനാ മിൻ ശഅരി നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസബ്നാഹു മിൻ ഖിബലി അനസിൻ ഔ മിൻ ഖിബലി അഹ്ലി അനസിൻ, അനസ് റളിയല്ലാഹു അൻഹു വഴിയോ അനസിന്റെ കുടുംബം വഴിയോ എന്നോ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ഒരു മുടിയാണത്. ഫഖാല, എന്നിട്ട് ഇബ്നു സിരീൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അൻ തകൂന ഇൻദി ശഅറത്തുൻ മിൻഹു അഹബ്ബു ഇലയ്യ മിനദ് ദുനിയാ വമാ ഫീഹാ, ഈ ലോകം മുഴുവനും ലഭിക്കുന്നതിനേക്കാൾ എനിക്ക് താല്പര്യം മുസ്തഫ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു മുടി എൻ്റെ കൈവശമുണ്ടാകലാണ് എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു സിരീൻ. ഇങ്ങനത്തെ ഒരു വാക്ക് മഹാനായ ഇമാം അനസ്, ബഹുമാനപ്പെട്ട പ്രഗൽഭ സ്വഹാബിയുൽ ജലീലായ ഹബീബിന്റെ ഖാദിമായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞതായിട്ടും ഇമാം ബുഖാരി തങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ വിശദീകരിക്കുന്നില്ല. ചുരുക്കത്തിൽ മുസ്തഫ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടിക്ക് പ്രാധാന്യമുണ്ട്. അനസിൻ ഖാല ഖദ് റഅയ്തു റസൂലല്ലാഹി
ബാർബർ മുസ്തഫ നബിയുടെ മുടി കളയുന്നുണ്ട്. സ്വഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചുറ്റിക്കൊണ്ടിരിക്കുന്നു. ഒരു മുടി വീഴുമ്പോഴത്തിന് ആളുകൾ ആ മുടി എടുക്കുന്നു. അതായിരുന്നു മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടിയോടും അതിന്റെ തബറുക്കിനോടും സ്വഹാബത്തിന്റെ താല്പര്യം എന്ന് അനസ് റളിയല്ലാഹു അൻഹു പറയുന്നതായി ഇമാം മുസ്ലിം തന്റെ സ്വഹീഹിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ വിശദീകരിക്കുന്നില്ല. അൻ സഈദ് ഇബ്നുൽ മുസയ്യിബ് അന്ന അബാ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹു അഖറ മിൻ ലഹിയത്തി റസൂലില്ലാഹി റസൂലുള്ളാഹിന്റെ ഒരു താടി രോമം ലഭിച്ചുവാണ് അബൂ അയ്യൂബ് റളിയല്ലാഹു അൻഹുവിനെ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒട്ടകം മുട്ടകുത്തിയിട്ടുള്ളത് ബഹുമാനപ്പെട്ടവരുടെ വീട്ടുമുറ്റത്താണ്. എല്ലാവർക്കും പഠിക്കലാണ്, എല്ലാവർക്കും അറിയുന്നതാണ്. ബഹുമാനപ്പെട്ടവർക്ക് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു താടി രോമം ലഭിച്ചു. ഫഖാല അബൂ അയ്യൂബ്, അപ്പോൾ ഫഖാല ഉടനെ മുസ്തഫ നബി പറഞ്ഞു, ലാ യുസീബുക സൂ, ഒരിക്കലും നിങ്ങൾക്കിനി ഒരാപത്തും ഒരു വിഷമവും ബാധിക്കുകയില്ല. ആ മുടിയെ നിങ്ങൾ ബഹുമാനിച്ചത് കാരണം നിങ്ങൾക്കൊരു വിഷമം ബാധിക്കുകയില്ലെന്ന് മഹാനായ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ അയ്യൂബിനോട് പറഞ്ഞത് ഇബ്നു അസാക്കിർ റളിയല്ലാഹു അൻഹു തന്റെ താരീഖ് ദിമഷ്കിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല സാദുൽ മുസ്ലിമിൽ ഇബ്നു സക്കൻ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഒരു സംഭവത്തിൽ ഇങ്ങനെ കാണാം. അൻ സുഫ്വാൻ ഇബ്നു ഹബീറ അൻ അബീഹി ഖാല സാബിത്തുൽ ബന്നാനി ഖാല ലി അനസ് ഇബ്നു മാലിക് ഹാദിഹി ശഅറത്തു മിൻ ശഅരിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുസ്തഫ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടി ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിലുണ്ടായിരുന്നു. ബഹുമാനപ്പെട്ടവര് സാബിത്തുൽ ബന്നാനിയോട് പറഞ്ഞു, ഞാൻ മരിച്ചതിന് ശേഷം എന്നെ കഫൻ ചെയ്യുന്ന കൂട്ടത്തിൽ എൻ്റെ നാവിന്റെ അടിയിൽ റസൂലുള്ളാഹിന്റെ മുടി വെക്കണമേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ സാദുൽ മുസ്ലിമിൻ മഹാനായ ഇബ്നു സക്കൻ റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹുവിനെ മറവ് കഫൻ ചെയ്തപ്പോൾ നാവിന്റെ അടിയിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടി വെച്ചിട്ടാണ് കഫൻ ചെയ്തത്. ബഹുമാനപ്പെട്ടവരുടെ വസിയത്താണ്. ആരാണ് അനസ് റളിയല്ലാഹു അൻഹു? ഖാദിമു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 10 സനവാത്തിൻ, 10 കൊല്ലം മുസ്തഫ നബിയുടെ ഖാദിമും ലോക പ്രശസ്ത സ്വഹാബിയുമാണ് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു. അതുകൊണ്ട് ഇതിന്റെ മറവിൽ കളിച്ചാൽ വഹാബികളെ ഞങ്ങൾ വിടൂല എന്നും സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഇതിന്റെ മറവിൽ നിങ്ങൾ കളിക്കണ്ട. നിങ്ങൾ അബദ്ധം ഇവർക്കൊക്കെ ധാരാളം, ഇവർ അബദ്ധത്തിന് വേണ്ടി ഉണ്ടാവുന്നതാവാം. ഇവരൊക്കെ മൈക്ക കിട്ടുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ആളെ കൂടുന്നതെന്നും ഞങ്ങൾക്കറിയാം. പക്ഷെ ആ പേര് പറഞ്ഞിട്ട് തൽക്കാലം മുസ്ലിം സമുദായത്തെ വഞ്ചിക്കാൻ നിങ്ങൾ മെനക്കെടണ്ട. ഹബീബായ റസൂലുള്ളാഹിന്റെ മുടിക്ക് മാത്രം മുടി എന്ന കാര്യം ഉറപ്പാ. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഹബീബിന്റെ 10 കൊല്ലത്തെ ഖാദിമാണ്. ഞാൻ നീട്ടി പറയുന്നില്ല, സമയം വളരെ പരിമിതമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു വിഷമാവസ്ഥയിലാണ് ഇരിക്കുന്നതെന്ന് എനിക്കറിയാം, ഞാൻ നീട്ടുന്നില്ല. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ മുടിയും. അതുപോലത്തെ മുസ്തഫ നബി എന്ന മുബാറക്കായി എന്ത് കിട്ടിയാലും പ്രാധാന്യമുണ്ട്. അനസ് റളിയല്ലാഹു അൻഹുവിനെ നാവിൻ്റെ അടിയിൽ വെച്ചു. ആ മുടിയോട് കൂടെയാണ് അനസ് റളിയല്ലാഹു അൻഹുവിനെ ബഹുമാനപ്പെട്ടവരെ മറവ് ചെയ്തിട്ടുള്ളത് എന്ന് ചരിത്രം രേഖപ്പെടുത്തിയിരുന്നു. മാത്രമല്ല അഹ്മദ് ബിൻ ഹംബൽ ഇനി മുടിയിട്ട വെള്ളത്തിന് പ്രാധാന്യമല്ലേ ഉണ്ട്. എന്നെ ധാരാളം ആളുകൾ വിളിക്കാറുണ്ട്. മുടി മർക്കസിലെത്തിയ അന്ന് മുതൽ വീട്ടിൽ തുടങ്ങിയതാ. എന്താ നിങ്ങളുടെ അഭിപ്രായം? ഞാൻ പറഞ്ഞു, മുടിയിട്ട വെള്ളമാണെങ്കിൽ ആദ്യം കുടിക്കുന്ന ആൾ ഞാൻ തന്നെ. സ്വഹീഹായ മുടിയാവണം, സനദ് ഉണ്ടാവണം. അതിവിടെ ബഹുമാനപ്പെട്ട അഷ്റഫ് ഫൈസി പറഞ്ഞു, അത് പല ആളുകളുടെയും കയ്യിലെത്തിയിട്ടുണ്ട്. തുർക്കിയിലെ മുസ്തഫ കമാലിൻ്റെ നാട്ടിലുണ്ട്, തുർക്കിയിലുണ്ട്. അയാളാണ് ധാരാളം മോശപ്പെട്ട പരിഷ്കാരങ്ങൾ വരുത്തിയത്. അതുകൊണ്ട് മോശപ്പെട്ടവരുടെ കൈകളിൽ വരുന്നതിനും അത്തരം ആസാറുകളൊക്കെ വരുന്നതിനും ലോകത്ത് സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ മർക്കസ് ഒരു പ്രധാനപ്പെട്ട സ്ഥാപനമാണെന്നോ എ പി അബൂബക്കർ മുസ്ലിയാർ വലിയാണെന്നോ വരില്ല. പക്ഷെ മുടി ഹക്കാണെങ്കിൽ അതിൽ വെള്ളം കുടിക്കാൻ നമുക്ക് തയ്യാറാണ്, യാതൊരു വാശിയോ കാര്യത്തിലില്ല. പക്ഷേ മുടി ഹക്കായിരിക്കണം. അന്ന് മുതൽ തുടങ്ങിയത് എന്നും വിളിക്കും. എൻ്റെ മുടിയെ പറ്റി നിങ്ങളുടെ അഭിപ്രായം? ഹസ്രജിയുടെ വീട്ടിലും മുടിയുണ്ട് എന്ന് ഹമീദ് ഫൈസി പറഞ്ഞിട്ടുണ്ടല്ലോ. ഇവിടെ സത്യത്തിൽ പറ്റിയത് എ പിക്ക് ഹമീദ് ഫൈസിയെ ഇത്തിഫാഖ് ചെയ്തതാ. വലിയ പെടല പെട്ടത്. സത്യത്തിൽ പറ്റിച്ചാളാ ഹമീദ് ഫൈസിയ. അതിനെ സത്യ ഹസ്രജിയുടെ വീട്ടില് ഒരു മുടിയുള്ളതായി ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് ഹമീദ് ഫൈസി പറയുന്നതോടുകൂടെ തീരുമാനിച്ചു, ഹസ്രജിയുടെ വീട്ടിൽ നിന്ന് ഇനി കൊണ്ടുവന്ന മുടിയാവുമ്പോൾ എതിർക്കാൻ കഴിയില്ലല്ലോ.
ആ ഇടക്ക് ഖസറജയുടെ മുടിയെ പറ്റി പറഞ്ഞല്ലോ, അങ്ങനത്തെ ഒരു മുടിയെ പറ്റി അദ്ദേഹത്തിന് വിവരം ഉണ്ടായിരിക്കാം, അത് കൊണ്ടുവന്നിട്ടുണ്ടാവാം. അതാണ് സത്യത്തിൽ ഇവിടെ പറ്റിച്ചത് അമീർ വൈസിയ. എന്നാൽ അമീർ വൈസി പറഞ്ഞ വാക്ക് ശ്രദ്ധിച്ചതുമില്ല, അങ്ങനെ പറഞ്ഞത് കേട്ടിട്ടുണ്ട്. ഞാൻ ആ പ്രസംഗത്തിൽ പങ്കെടുത്ത ആളാ. അദ്ദേഹം അങ്ങനെ പറഞ്ഞു. ഞാൻ വന്ന ഉടനെ തന്നെ പിന്നെ എന്നോട് ഒരുപാട് ആളുകൾ ഫോൺ ചെയ്ത് ചോദിച്ചു, ഖസറജിയുടെ വീട്ടിലെ മുടിയാണെങ്കിൽ സ്വീകരിക്കാൻ അമീർ വൈസി പറഞ്ഞിട്ടുണ്ടല്ലോ, അമീർ വൈസി നിങ്ങളെ ഇത്ര വലിയ ആളല്ലേ, നിങ്ങൾ അംഗീകരിക്കും. ഞാൻ വന്ന ഉടനെ അമീർ വൈസിയോട് പറഞ്ഞു, നിങ്ങൾ വല്ലാത്തൊരു പൊല്ലാപ്പാണ് ഉണ്ടാക്കിയത്. കാരണം ഖസറജിയുടെ വീട്ടിൽ മുടി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു, അമീർ വൈസി പറഞ്ഞു, അസസിൽ ഞാനുണ്ട്. പക്ഷെ പറഞ്ഞത് ഇങ്ങനെയാണ്. സത്യത്തിൽ പറ്റിപ്പോയത് അമീർ വൈസി എത്തിബായ ചെയ്തതാണ്. ഇത് ഹക്കായ മുടിയാണെങ്കിൽ അംഗീകരിക്കുന്നതിന് നമുക്കൊരു വിഷമമില്ല. പക്ഷേ ഇത് വ്യാജമാണെന്ന് ബോധ്യപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ അവസാന ശ്വാസം വരെ നിങ്ങൾക്ക് ചെയ്യാനുള്ള ഒക്കെ ചെയ്തോളൂ, നമുക്ക് വിഷയമല്ല. അതാണ് നമുക്ക് വിഷയമുള്ള കാര്യമേ അല്ല. നമ്മൾ ഒരുങ്ങിയിട്ട് തന്നെയാണ്, അല്ല ഉറപ്പാണ്. ഞാൻ എൻ്റെ ഒരുപാട് മൊബൈലും സിമ്മും ഒക്കെ ഇതിനു വേണ്ടി ഒഴിവാക്കിയതാണ്. കാരണം എന്താ, ഒരു പരിപാടി നടന്ന അന്ന് മുതൽ ചീത്ത വിളി തുടങ്ങും, പിന്നെ ആ മൊബൈൽ ഒഴിവാക്കും. ഞാൻ എത്രയോ എൻ്റെ മൊബൈലുകൾ ഞാൻ ഇതിനു വേണ്ടി കളഞ്ഞിട്ടുണ്ട്. ആർക്ക് പറയാം, എൻ്റെ പഴയ സിമ്മൊന്നുമല്ല ഇപ്പം നിങ്ങൾക്ക് അറിയാലോ, ഇതിനു വേണ്ടി മാത്രം ചീത്ത വിളി തുടങ്ങും. അപ്പം ഇന്ന് തന്നെ ചീത്ത വിളിക്കാനുള്ള ഇപ്പം ഇവിടുന്ന് ഇറങ്ങുന്നതോടുകൂടെ ചീത്ത തുടങ്ങും. അപ്പം ഞങ്ങളിങ്ങനെ ഉറപ്പിച്ച, കാരണം ചീത്ത കേൾക്കേണ്ടി വരും മുസ്തഫാ നബിയുടെ കാര്യത്തിലല്ലേ. അതാണ് കാലഘട്ടത്തിൻ്റെ ജിഹാദ്. പക്ഷേ മര്യാദക്ക് വെള്ളം കൊടുത്ത് 40 കോടി ഉണ്ടാക്കാൻ ഞങ്ങൾ മയക്കൂല. എന്നാൽ ഹക്കായ മുടിയാണെങ്കിൽ നിങ്ങൾ 400 കോടി നിങ്ങൾക്ക് കിട്ടിയാൽ ഞങ്ങൾക്ക് കൂടി വിരോധമല്ല, അതിൽ നമുക്കൊരു വിരോധമല്ല. ഹക്കായ മുടിയായിരിക്കണം. രണ്ട് കൂട്ടരും കളിക്കണ്ട. ഇതിൻ്റെ മറവ് പിടിച്ച് വഹാബികൾ കളിക്കുന്നു, സുന്നികൾ തെളിവില്ലാത്തതിൻ്റെ പിന്നാലെ, സുന്നികൾ തെളിവിൻ്റെ പിന്നിൽ മാത്രമാണ്. ലോകത്ത് അംഗീകരിക്കപ്പെട്ട പ്രദേശങ്ങളിൽ മുസ്തഫാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ ഇവിടെ വായിച്ചതുപോലെ ഹബീബായ റസൂലുള്ളാഹിയുടെ മുടിയുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മുടിയുടെ വെള്ളം കിട്ടാൻ വേണ്ടിയിട്ട് ആ നാടിലേക്ക് സഫർ പോകാൻ മുഅ്മിനീങ്ങളുടെ പതിവാണ്. അതൊക്കെ സത്യമാണ്, യാഥാർത്ഥ്യം തന്നെയാണ്. അതിൻ്റെ പിന്നിൽ ആരും നിഷേധിക്കണ്ട. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ മനാഖിബിൽ ഹാഫിദ് ബിൻ ജൗസി തങ്ങൾ രേഖപ്പെടുത്തുന്നു, عن عبد الله بن الإمام أحمد بن حنبل أنه قال رأيت أبي يأخذ شعرة من شعر النبي صلى الله عليه وسلم. رسول الله മുടിയെടുത്തിരുന്നു, കിട്ടിയിരുന്നു. ويقبلها, അതിനെ ചുംബിക്കാമായിരുന്നു. അന്നി റഅയ്തുഹു യലഉഹ അലാ ഐനൈഹി, കണ്ണിൽ വെക്കുമായിരുന്നു. വയൗമിസുഹ ഫിൽ മായി, അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു വെള്ളത്തിലിട്ട് മുക്കുമായിരുന്നു. സുമ്മ യശ്റബുഹു, പിന്നെ ആ വെള്ളം കുടിക്കുമായിരുന്നു മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു.